തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ നഗരസഭയിൽ വിജയിച്ചത് UDF ആണെങ്കിലും നഗരഭരണം ആര് നടത്തുമെന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യമായി നിൽക്കുകയാണ്. കാരണം കക്ഷിനില നോക്കുകയാണെങ്കിൽ 23 UDF വിജയിച്ചിട്ടുള്ളത്. ഒപ്പം 22 വാർഡിൽ LDF-ഉം 5 വാർഡിൽ BJP NDA-യും വിജയിച്ചു. പക്ഷേ 3 സ്വതന്ത്രർ, അതായത് ഒന്ന് PDP SDPI, ഇതിന് പുറമെ ഒരു സ്വതന്ത്രനും കൂടിയുണ്ട്. ഈ സ്വതന്ത്രന്റെ തീരുമാനമായിരിക്കും ഇതിൽ നിർണായകമാവുക എന്നുള്ളതാണ്. LDF-നൊപ്പമാണെങ്കിൽ ഈ UDF ഭരണം കിട്ടുകയില്ല. ഒപ്പം UDF-നൊപ്പമാണെങ്കിൽ UDF-ന് ഭരിക്കാൻ വേണ്ടി സാധിക്കും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ 52 വാർഡിലെ ജോസ് ചെല്ലപ്പൻ എന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ആർക്ക് അനുകൂലമായി നിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും നിർണായകം. നമുക്കിപ്പം ജോസ് ചേട്ടൻ കൂടി ചേരുന്നുണ്ട്. ചേട്ടാ, ഇത്തവണ ഒരു നിർണായക കക്ഷിയെ മാറിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? നിർണായകമാണ്. തീർച്ചയായിട്ടും നമ്മൾ ആവശ്യമായി വന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ അതൊരു തീരുമാനത്തിലേക്ക് എത്താൻ ആയിട്ടില്ല. എന്തായാലും തീരുമാനം വൈകാതെ എടുക്കും. LDF-നൊപ്പോ UDF-നൊപ്പോ എന്നുള്ള ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല അല്ലേ? LDF-ഉം UDF-ഉം നമുക്ക് അന്യതല്ല. കാര്യം നമ്മൾ ഉപദ്രവിച്ചിട്ടുണ്ട് രണ്ട് ടീം. അവരെ ഉപദ്രവം കൊണ്ടാണ് നമ്മൾ ഈ രീതിയിലേക്ക് കാര്യങ്ങൾ വന്നത്. എന്തായാലും നമ്മൾക്ക് പൊതുവായ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് വ്യക്തിപരമായ ശത്രുതയൊന്നുമില്ല. നാടിന്റെ വികസനം എന്ന് പറയുമ്പോൾ നമുക്ക് രാഷ്ട്രീയമില്ല. അപ്പൊ രാഷ്ട്രീയപരമായി അവർ ഞങ്ങളെ ഒരുപാട് മാറി തിരിഞ്ഞു ഇടതുപോലെ എന്താ പറയുക കുതന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കലും ആ കുതന്ത്രങ്ങൾ ഈ കാര്യത്തിൽ നമ്മൾ ഉപയോഗിക്കാറില്ല. കാര്യം തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചാൽ നമ്മുടെ നാടിന്റെ വികസനമാണ്. അപ്പൊ നമ്മുടെ വാർഡിന്റെ വികസനവുമായി ബന്ധപ്പെട്ടും അതുപോലെ ആലപ്പുഴയുടെ വികസനവുമായി ബന്ധപ്പെട്ടും സഹകരിക്കുന്ന ഏത് പാർട്ടിയാണോ ആ പാർട്ടിയായിട്ട് സഹകരിക്കാൻ നമ്മൾ തയ്യാറാകും. പക്ഷെ നമുക്ക് ചില ഡിമാൻഡുകളൊക്കെ ഉണ്ടാകും. ആ ഡിമാൻഡുകൾ എന്താണ് എന്നത് നമ്മളിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും ആ ഡിമാൻഡുകൾ ചർച്ചയിലുണ്ട്. ആ ചർച്ച പൂർണ്ണമാകുമ്പോൾ ആ ഡിമാൻഡും പൂർണ്ണമാകും. ആ പൂർണ്ണതയിൽ ചിലപ്പോൾ ഏത് പാർട്ടി എന്നുള്ളതിൽ നമുക്ക് പിന്നീട് അറിയാൻ പറ്റും. രണ്ട് മുന്നണികളും സമീപിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും രണ്ട് മുന്നണികളും സമീപിച്ചിട്ടുണ്ടെന്നതാണ് എനിക്കറിയാം. കാര്യം ഞങ്ങളുടെ സൗഹൃദ വലയത്തിൽ ഒരു 10 പേരടങ്ങുന്ന ഒരു എക്സിക്യൂട്ടീവ് അംഗങ്ങളുണ്ട്. അവരിലേക്കാണ് നമ്മൾ ഈ തീരുമാനം വിട്ടിരിക്കുന്നത്. അവരുടെ തീരുമാനത്തിലൂടെയാണ് നമ്മൾ ഇതിന്റെ ലാസ്റ്റ് ഡിസിഷൻ പറയുകയുള്ളൂ. ഒരു സംഘം വേറെയുണ്ട്. തീർച്ചയായിട്ടും ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിയിലൂടെ അല്ല ഞാനൊരു വിജയം ഇവിടെ പൂർത്തീകരിച്ചത്. 2015 മുതൽ 2020 വരെയും 200ഓളം ചെറുപ്പക്കാര്, എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ചെറുപ്പക്കാര് സംഘടിച്ചു നിന്നാണ് ഈ വിജയം ഞങ്ങൾ കരസ്ഥമാക്കിയത്. അതിനുശേഷമാണ് 2025 മുതൽ ഉള്ള ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ അഭിമുഖീകരിച്ചത്. ഈ 2025 മുതലുള്ള തെരഞ്ഞെടുപ്പിൽ നമ്മളെ സംബന്ധിച്ചോളം ഈ നിൽക്കുന്ന സുഹൃത്തുക്കൾ അപ്പുറം ഞങ്ങളൊരു 200 അടുത്ത് സുഹൃത്തുക്കൾ ഇനിയും ഉണ്ട്. അപ്പൊ അവരെല്ലാവരുടെയും ഇടയിൽ നിന്നാണ് 10 പേരെ തിരഞ്ഞെടുത്തിരിക്കുക. അപ്പൊ ഈ 10 പേരുടെ ഡിസിഷൻ ആണ് ഞങ്ങൾ എല്ലാവരും അംഗീകരിക്കുക. അപ്പൊ ഈ 10 പേരുടെ ഇടയിലാണ് ഈ ചർച്ച വന്നിരിക്കുന്നത്. എന്തായാലും രണ്ട് പാർട്ടികളും സമീപിച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് ആധികാരികമായിട്ട് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഡിമാൻഡുകളിലെല്ലാം പറയുന്നില്ലെങ്കിൽ പോലും ഇപ്പം വികസനമടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ പ്രാധാന്യം നൽകുന്നു എന്ന് പറഞ്ഞു. അത്തരം എന്തൊക്കെ ഡിമാൻഡാണ് മുന്നോട്ട് വെക്കുന്നത്? വികസനം പ്രധാനമായും നമ്മുടെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ രാഷ്ട്രീയ കുതന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് പോലും ഇപ്പൊ ഞങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ ഒരു അനുജനായിട്ടുള്ള ഒരു പയ്യനെ മറ്റൊരു പാർട്ടിയിൽ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് ഞങ്ങളുടെ ഇടയിലുള്ള വോട്ട് ശിഥിലമാക്കി എടുത്തുകൊണ്ട് ഞങ്ങളെ തോപ്പിക്കാൻ നോക്കിയ കുതന്ത്രങ്ങളുണ്ട്. അപ്പൊ ആ കുതന്ത്രങ്ങളെ എല്ലാം മറികടന്ന് ജനങ്ങൾ സ്വീകരിച്ചത് വാർഡിന്റെ വികസനം കണ്ടിട്ട്. അപ്പൊ വാർഡിന്റെ വികസനം ഇമ്പോർട്ടന്റ്. ആ ഈ വികസനം കഴിഞ്ഞിട്ടേ ഞങ്ങൾക്ക് മറ്റു കാര്യങ്ങൾ. അപ്പൊ വാർഡിലെ വികസനപരമായിട്ടുള്ള പ്രോജക്റ്റുകളുടെ ഡിമാൻഡുകളുണ്ട്. ആ ഡിമാൻഡുകളാണ് പ്രധാനമായും നമ്മൾ പറയുന്നത്. പിന്നെ രണ്ടാമതുള്ള മറ്റു കാര്യങ്ങൾ അറിയാമല്ലോ, ആധികാരികമായ മറ്റു കാര്യങ്ങളുണ്ട്, ആഭ്യന്തരപരമായ കാര്യങ്ങൾ. അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഈ 10 അംഗ ടീമങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ അവര് സംസാരിക്കുന്നുണ്ട്. എന്തായാലും ഇരു ടീമും വന്നിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യമാണ്. ഈ കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളാണെന്ന് തോന്നുന്നു അല്ലെ? അപ്പൊ അത്തരം കാര്യങ്ങൾ അനുകൂലമാകാൻ സാധ്യതയുണ്ട്. കോൺഗ്രസിന്റെ രാഷ്ട്രീയ പാരമ്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ മറച്ചു വെക്കുന്നില്ല. ഒരു 10-23 വർഷം മുൻപ് ഞാൻ രാഷ്ട്രീയ കോൺഗ്രസ്സുകാരനായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ വാർഡ് ചെറിയ പ്രായത്തിൽ 19ാമത്തെ വയസ്സിൽ വാർഡ് സെക്രട്ടറി സ്ഥാനം നിൽക്കെ അവരെ ഗ്രൂപ്പ് അതിപ്രസരം മൂലം ഞാൻ ഇറങ്ങിപ്പോകുന്നത്. ഞാൻ മാത്രമല്ല, എന്നെക്കാളും സീനിയർ ആയിട്ടുള്ള എന്റെ അച്ഛനും കൂടി ഞങ്ങൾ അങ്ങനെ പോകുന്നത്. പിന്നെ രാഷ്ട്രീയ പാർട്ടിയിൽ എങ്ങും പോയിട്ടില്ല. ഏകദേശം 10-23 വർഷമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അംഗത്വം ഇതുവരെ എടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാണെന്ന് വെച്ചാൽ അല്ല, അങ്ങനെ ഇതുവരെ ആയിട്ടുമില്ല. ഒരു മെമ്പർഷിപ്പും 23 വർഷത്തിനിടെ ഞാൻ എങ്ങും ചേർന്നിട്ടില്ല. ഇപ്പൊ ഈ രണ്ട് ടീമും വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെയാണ് ജീവിച്ചിരിക്കുന്നത്. പറഞ്ഞതുപോലെ ഈ വാർഡിന്റെ വികസനം, ഇതിന് പുറമെ മറ്റു ചില ഡിമാൻഡുകൾ കൂടി ഉണ്ട്. അക്കാര്യത്തിലേക്ക് ഒരു തീരുമാനമായ ശേഷമായിരിക്കും LDF-നൊപ്പം നിൽക്കണോ അതോ UDF-നൊപ്പം നിൽക്കണോ എന്ന കാര്യത്തിൽ എന്തായാലും തീരുമാനമാവുക. എന്തായാലും ഏറെ നിർണായകമായ സ്ഥാനാർത്ഥി 52 വാർഡിലെ ജോസ് ചെല്ലപ്പൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ തീരുമാനമായിരിക്കും ആലപ്പുഴ നഗരസഭ ആര് ഭരിക്കണമെന്ന തീരുമാനത്തിലേക്ക് എത്തിക്കുക. വീഡിയോ ജേർണലിസ്റ്റ് സജിത് കുമാറിനൊപ്പം റിപ്പോർട്ടർ ശരത് റിപ്പോർട്ടർ ആലപ്പുഴ.